ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഉലുവാച്ചീര കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇത് ഇപ്പം കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാനിപ്പോൾ ഡൽഹിയിലാണ്. ഡൽഹിയിൽ ഞങ്ങൾക്കിപ്പോൾ തണുപ്പിൻ്റെ സമയമായതുകൊണ്ട് ഇത് ഇപ്പോൾ ഒരുപാട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഒരു 250 ഗ്രാം ഉലുവാച്ചീരയാണ് കിട്ടിയത്. നമ്മൾ സാധാരണ തോരൻ വെച്ചൊക്കെയല്ലേ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്കിപ്പം ഞാനിപ്പം ചെയ്യാൻ പോകുന്നത് ഒരു ചപ്പാത്തി ഉണ്ടാക്കാനാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഒരു കയ്പോ ഒന്നുമില്ല. ഈ കുഞ്ഞു മക്കളൊക്കെ ചീരയുടെ തോരനൊക്കെ കഴിക്കാൻ മടിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഇങ്ങനെ ഒരു ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതൊക്കെ അവർക്കറിയാതെ തന്നെ അവരുടെ ഉള്ളിലിട്ട് പൊക്കോളും. അപ്പം ഞാനിപ്പോൾ അത് വൃത്തിയാക്കി എടുക്കുകയാണ്. നല്ല വൃത്തിയായിട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്, ഫ്രഷായിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഇലകൾ മാത്രം ഞാനൊന്ന് കഴുകിയപ്പോൾ കുറച്ചേ ഉള്ളൂ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം, ഫൈനായിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം അത് ഒരു 250 ഗ്രാമാണ് എനിക്ക് കിട്ടിയത്. അപ്പം നമ്മളത് വൃത്തിയൊക്കെ ആക്കി തണ്ടൊക്കെ കളഞ്ഞു കഴിയുമ്പോഴത്തേക്കും പിന്നെ കുറച്ചേ ഉണ്ടാവത്തുള്ളൂ. അപ്പം നമ്മൾ അത് നരിഞ്ഞ് നന്നായിട്ട് വെള്ളം തോർത്തിയിട്ട് ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളതൊരു ബൗളിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ അതിന് വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ 3-4-5 വെളുത്തുള്ളി, ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും. എരിവ് കുഞ്ഞുങ്ങൾക്ക് കുറവ് മതിയല്ലോ. പിന്നെ ഞാൻ കാണിക്കുന്നത് അയമോദകമാണ് കേട്ടോ. അത് വേണമെങ്കിൽ മതി, പക്ഷേ നമുക്കതൊരു നല്ലൊരു സ്മെല്ല് കിട്ടാൻ നല്ലതാണ്. പിന്നെ ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. എരിവ് ഇല്ലാത്തതാണ് എൻ്റെ ഇരിക്കുന്നത്. എരിവ് ഒരുപാട് ഇടാത്തത് കുഞ്ഞുങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടൂടാണ് കേട്ടോ. ഇപ്പം ഞാൻ ആട്ട എടുത്തിട്ടുണ്ട്. അതിനകത്ത് 2 കപ്പാണ്. ഞാൻ ആ കപ്പ് കാണിക്കുന്നില്ല, 2 കപ്പ് ആട്ട ഞാൻ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് അയമോദകം കയ്യിലെടുത്തിട്ടുണ്ട്. ഇത്രയും ഇടുന്നുള്ളൂ ഞാൻ, ഒരുപാട് ഇടാനും കൊള്ളില്ല. അപ്പം നമ്മൾ ഇത്ര എടുത്തിട്ട് ഞാൻ കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് തിരുമ്മിയിട്ട് അതൊന്ന് 2ആയിട്ട് ക്രഷ് ചെയ്തിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ നമുക്ക് കിട്ടും അതിങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തിടുമ്പം. പിന്നീട് ഞാൻ ആ ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അത് ഞാൻ അതിലോട്ടിടുകയാണ്. പിന്നീട് അപ്പം നമുക്കിനി ചില്ലി ഫ്ലേക്സ് ഇടാം. അപ്പം ഞാനിപ്പോൾ ഒരു എരിവിനനുസരിച്ച് ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഈ പച്ചമുളകും ചില്ലി ഫ്ലേക്സും ഞാനിപ്പോൾ അത് കുറച്ചേ ഇടുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ തൈരാണ് ഇടുന്നത്, പുളിയില്ലാത്ത തൈരാണ് ഇടുന്നത്. അത് ഞാനൊന്ന് 2 സ്പൂൺ ഞാൻ ഇട്ട് നോക്കി, പക്ഷേ എനിക്കത് കുറവായിട്ട് തോന്നി. ഞാൻ പിന്നീട് അത് ഫുള്ള് ആ ഒരു ബൗൾ ഫുള്ള് തന്നെ ഇടുന്നുണ്ട് കേട്ടോ. ഒരു 2 സ്പൂണും കൂടെ ഉണ്ടത്. അപ്പോൾ ടോട്ടൽ 4 സ്പൂൺ തൈര്, പുളിയില്ലാത്ത തൈരാണ് ഞാൻ എടുത്തത്. പിന്നീട് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉലുവാച്ചീരയാണ് ഞാൻ ഇടുന്നത് ആട്ടയിലോട്ട്. നമ്മളത് വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ തന്നെ ഈ ചീര ഇട്ട് നമ്മളത് നന്നായിട്ട് ആട്ടയൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം ചീരയിൽ നിന്ന് നമ്മൾ ഉപ്പിട്ടത് കാരണം വെള്ളം ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഞാൻ ഇച്ചിരി നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാനത് പറയാൻ മറന്നുപോയി. അപ്പം എന്നിട്ട് നമ്മളത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇറങ്ങി ജസ്റ്റ് ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് ഞാൻ കുറച്ചായിട്ട് ഒഴിച്ച് അതിനെ ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാൻ പെതുക്കെയാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത്. ഒരുപാട് ഞാൻ വെള്ളം ഒഴിക്കാൻ ശ്രമിക്കുന്നില്ല, കാരണം ഒരുപാട് ഇതായി കഴിഞ്ഞാൽ നമുക്കത് ഉരുട്ടിയെടുക്കാനായിട്ട് പാടായിരിക്കും. അപ്പോൾ നമ്മളതെല്ലാം നന്നായിട്ട് ഞാൻ ഉരുട്ടിയെടുത്തു. ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. 1/2 ഗ്ലാസ് വെള്ളമേ ഞാൻ അതിൽ നിന്ന് എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് നന്നായിട്ട് ഞാനത് നല്ലതായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു പരുവമാണ് വേണ്ടത്. ഒരു സോഫ്റ്റായിട്ടിരിക്കണം. തൈരൊക്കെ ഒഴിച്ചതുകൊണ്ട് തന്നെ നമുക്കത് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. ഒരുപാട് വെള്ളം ഇല്ലാത്തതാണ് ഞാനിപ്പോൾ കൈ വെച്ചൊക്കെ കാണുമ്പോൾ അറിയാം നിങ്ങൾക്കത് എത്ര സോഫ്റ്റാണ്. ഇനി നമുക്കത് ഓരോ ഉരുളകളായിട്ട്, ഇച്ചിരി വലിയ ഉരുളകളായിട്ട് നമുക്കതൊന്ന് ഉരുട്ടിയെടുക്കാം കൈ വെച്ച്. എന്നിട്ട് നമുക്ക് ചപ്പാത്തി പരതുന്ന പോലെ തന്നെ നമുക്ക് പരത്തിയെടുക്കാം. പക്ഷേ ഒരുപാട് കനം കുറയ്ക്കാതെ. നമ്മൾ ചപ്പാത്തി ഇച്ചിരി വലുപ്പത്തിലാണ്, ഇച്ചിരി കട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എന്നിട്ട് നമ്മൾ നന്നായിട്ടത് പരത്തിയെടുത്തിട്ട് ഇപ്പം ഞാനൊരു 2-3 എണ്ണം പരത്തിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കാരണം
അവർ ചീരയും കാര്യങ്ങളും ഇലവർഗ്ഗങ്ങളൊന്നും അവർക്ക് കഴിക്കാൻ ഇഷ്ടമില്ലല്ലോ. അപ്പം ഇങ്ങനെ ചപ്പാത്തിയുടെ കൂടെ ആകുമ്പോൾ അത് ഇറങ്ങിപ്പോകുമ്പോൾ ഒന്ന് ഒരു കയ്പും ഒന്നും അറിയത്തില്ല, അതിലൊരു കയ്പും ഇല്ല, നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. തൈരൊക്കെ ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു നല്ലൊരു ഒരു ഫ്ലേവർ വായിൽ വരും. പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയൊക്കെ വെളുത്തുള്ളിയുടെയൊക്കെ ഒരു സ്വാദ് വരും. അപ്പോൾ കുഞ്ഞുമക്കൾക്കൊക്കെ അത് ഇഷ്ടപ്പെടും. നമ്മൾ ഞാനിപ്പോൾ ഒരു മൂന്നാമത്തെയാണ് ചപ്പാത്തിയാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. നല്ലതായിട്ട് ആട്ടയൊക്കെ ഇട്ട് തന്നെയാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. നല്ലതായിട്ട് എനിക്ക് പരത്താൻ പറ്റുന്നുണ്ട്, ഒട്ടിയൊന്നും പിടിക്കുന്നൊന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ അത്രയും വെള്ളം തന്നെ ഉപയോഗിക്കാവൂ, ഒരുപാട് വെള്ളം ഉപയോഗിക്കരുത്. കാരണം അത് പിന്നെ നമുക്ക് പരത്തിയെടുക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഗ്യാസ് സ്റ്റവ് ഓണാക്കിയിട്ടുണ്ട്. തവയൊന്ന് ചൂടായി, അപ്പോൾ ഞാനത് ഒരു ചപ്പാത്തി ഇട്ട് കൊടുത്തേ. എന്നിട്ട് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഞാനത് തിരിച്ചിട്ടിട്ട് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് കടുകെണ്ണയാണ് കേട്ടോ. കടുകെണ്ണയാണ് ഞാനിപ്പം ഇവിടെ കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത്. ഡൽഹിയിലൊക്കെ നമുക്കിതാണിപ്പം ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് റിഫൈൻഡ് ഓയിലോ വേറെ എന്ത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. എന്നിട്ട് ഞാൻ ഒരു സൈഡ് ഇതിട്ട് കൊടുത്തിട്ട് തിരിച്ചിട്ടിട്ട് പിന്നെ രണ്ട് സൈഡ് ഞാൻ എണ്ണ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കളറൊക്കെ നമുക്ക് കിട്ടും, അതുകൊണ്ടാണ് ഞാൻ ഈ എണ്ണ പ്രിഫർ ചെയ്തത്. എന്നിട്ട് നല്ലതായിട്ട് നിന്ന് എണ്ണയൊക്കെ കൂട്ടിയും കുറച്ച് നമ്മുടെ ആവശ്യം പോലെ ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ഉപയോഗിച്ച അത്ര എണ്ണ ഉപയോഗിക്കേണ്ടെങ്കിലും നിങ്ങൾക്ക് കുറച്ച് എണ്ണയുള്ളൂ ഉപയോഗിക്കാം. പിന്നീട് നല്ലതായിട്ട് അതൊന്ന് ഞാൻ ചപ്പാത്തി പോലെ ഞാനൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നല്ലതായിട്ട് ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ 1-2 ഉണ്ടാക്കുന്നുണ്ട്. ഇതിപ്പോൾ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെ നമുക്കൊരു പ്ലേറ്റിലോട്ട് എടുത്ത് വെക്കാം. അങ്ങനെ രണ്ടാമത്തതും ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ, ചൂടാറിയാലും. പിന്നെ നമുക്ക് കറിയുടെ ആവശ്യമൊന്നുമില്ല, ഒരു അച്ചാറാണെങ്കിൽ നമുക്ക് അത് തന്നെ ധാരാളം. പിന്നീട് ഞാനിപ്പോൾ തൈരും എടുക്കുന്നുണ്ട്, അച്ചാറും എടുക്കുന്നുണ്ട്. നമുക്കിപ്പം ടിഫിനായിട്ടൊക്കെ ഇത് കൊണ്ടുപോകാം. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ട്രൈ ചെയ്തിട്ട് എല്ലാവരും എനിക്ക് കമൻ്റ് ഇട്ട് പറയണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കേട്ടോ.